എന്ന് പറഞ്ഞാൽ ഡ്രോ ആയി കഴിഞ്ഞാൽ അര പോയിന്റ് ആവും, ജയിച്ചാൽ ഒരു പോയിന്റ്, തോറ്റ് കഴിഞ്ഞാൽ പോയിന്റ് ഇല്ല. അങ്ങനെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ആൾ വിന്നറാവും. തുല്യത വന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കുന്നോ മാനണ്ടോ, അവിടെയും തുല്യത വന്നാൽ ആ വന്നവർ തമ്മിൽ ഒരു ടൈ ബ്രേക്ക്, അർമ്മകടം എന്ന് പറയും. അർമ്മകടം ടൈ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ വൈറ്റിന് 6 മിനിറ്റ്, ബ്ലാക്കിന് 5 മിനിറ്റ്. ബ്ലാക്ക് ഡ്രോ പിടിച്ചാൽ മതി, വൈറ്റ് ജയിക്കുന്നതാണ്. ആ കളിയിൽ ഒരു ഇല്ലീഗൽ ലോസാണ്. ഇല്ലീഗൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നീക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് കരുക്കൾ നീക്കിയാൽ, അതുപോലെ ചെക്ക് ഉണ്ടാകുമ്പോൾ ആ ചെക്കിനെ പ്രതികരിക്കാതെ ചെക്കാണ് ഇത് കളിച്ചാൽ ഇല്ലീഗലാണ്. ചെക്ക് പറയണമെന്നില്ല. അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. പറഞ്ഞാൽ കുഴപ്പമൊന്നുമല്ല, നിങ്ങളെ ബ്രിഡ്ജിലൊക്കെ കളിക്കാൻ ഒരു ഇല്ലീഗലാണ് ഞങ്ങൾക്ക് ആകെ. ഇപ്പം നമ്മൾ ക്ലാസിക് ആയതുകൊണ്ട് 2 ഇല്ലീഗൽ. ബ്രിഡ്ജിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഇല്ലീഗൽ കളിച്ചാൽ ഓതാകുമ്പോൾ നല്ല കൊണ്ടേക്കും ഉണ്ടാക്കാതെ. അതിന് അറിയാതെ ഈ തൊട്ട് കഴിഞ്ഞാൽ ഇല്ലീഗലായി കളിക്കണമെന്നില്ല, അത് തൊട്ടാൽ ഇല്ലീഗലാണ്. നിങ്ങളിപ്പം വെറുതെ ഇവിടെ ചെക്ക് വെച്ചപ്പോൾ ഇനി കൂടി തൊട്ടാലോ ഇനി തൊട്ടാലോ ഇല്ലീഗലാണ്. ഞാൻ പറയാം വിശദീകരിച്ച് ഇവിടെ നമ്മൾ കൈ കാണുന്നത് 16 താഴെ റൂട്ട് 9 9 + 1 9 3 4 റൗണ്ട്. 4 റൗണ്ടിൽ നമ്മുടെ ടോട്ടൽ പോയിന്റ് കൂടുതൽ നേടുന്ന ആൾ വിന്നർ. അത് ഓട്ടോമാറ്റിക്കലി നേരത്തെ ഇതേപോലത്തെ റൂട്ടിൽ കളിച്ചവർക്കറിയാം. ജയിച്ചവർക്ക് അങ്ങനെ കയറി പോകും. തോറ്റ ആളുകൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, താഴേക്ക് 0 പോയിന്റുകൾ കളിച്ചിട്ട് വീണ്ടും നല്ല പ്ലെയറോട് കളിച്ച ഒരാൾക്ക് ബാക്കി ജയിച്ചുകൊണ്ട് 3-ാം സ്ഥാനത്ത് വരെ വരാനുള്ള ചാൻസ് മുന്നുണ്ട്. ഫസ്റ്റ് കളി തോറ്റാൽ ഇതിൻ്റെ ക്രമപ്രകാരം അതൊരു ഗുണമുണ്ട്. ഏതെങ്കിലും പോയി വെച്ചാൽ നല്ല പ്ലെയറോട് തോറ്റാൽ ബാക്കി ജയിച്ച് നിൽക്കാനുള്ള ചാൻസ് അവിടെ കിട്ടുന്നുണ്ട്. അത് തുല്യത വന്നാൽ പ്രോഗ്രസീവ് സ്കോർ. പ്രോഗ്രസീവ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കളി ജയിക്കും 1 പോയിന്റ് പ്രോഗ്രസീവ് ചേരുന്നത്. പിന്നെ തുടർച്ചയായിട്ട് രണ്ടാമത്തേക്ക് ഓർഡർ 2, മൂന്നാമത്തെ ജയിച്ച് 3. അത് പ്രകാരം വരുമ്പോൾ ആദ്യ വിന്നേഴ്സിനാണ് മുൻഗണന വരിക. ആദ്യത്തെ വിന്നേഴ്സ്. കാരണം എന്തുകൊണ്ട് വിന്നർ പിന്നെ വിന്നറായിട്ട് കളിക്കാൻ പോകാം. അപ്പം നിങ്ങൾ 1 കിട്ടിയാൽ ഭൂരിപക്ഷം 1നോടെ വരാം. ഇതേപോലെ ഒറ്റ സംഖ്യ വരുമ്പോൾ ഒരാൾക്ക് താഴേക്ക് കളിക്കുന്നേ ഉള്ളൂ. അങ്ങനെ പിന്നെ രണ്ടാമത് തുല്യത വന്നാൽ പ്രോഗ്രസീവിന് തുല്യത വന്നാൽ കട്ട് പ്രോഗ്രസീവ് വരും. മേലിനുള്ള പോയിന്റ് കട്ട് ചെയ്ത് നോക്കും. അതിൽ തുല്യത വന്നാൽ പിന്നെ അർമ്മകടം. ടൈം വൈറ്റിന് 5 മിനിറ്റും വൈറ്റിന് 6 മിനിറ്റ്, ബ്ലാക്കിന് 5 മിനിറ്റ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് ജയിക്കുന്ന വേണം, ബ്ലാക്കിന് ഡ്രോ മതി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞതിന് ശേഷം ഇവിടെ ഒരു കരുവിൽ തൊട്ടാൽ അത് തന്നെ കളിക്കുന്ന നിർബന്ധമാണ്. എതിരാളിയുടെ കരുവിലാണ് നമ്മൾ തൊട്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു പീസ് കൊണ്ട് വെട്ടിയെടുക്കാൻ പറ്റിയ നിർബന്ധമായിട്ട് വെട്ടേണ്ടി വരും. അതിന് സാധിക്കാത്ത പീസിലാണ് തൊട്ടെങ്കിൽ അത് നിയമവിരുദ്ധ നീക്കമായിട്ട് പരിഗണിക്കും. നിയമവിരുദ്ധമായിട്ട് 2 വട്ടം കളിച്ചാൽ കളി പൂർത്തിയാകുന്നത് തോന്നും. പിന്നെ ടൈം കൺട്രോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നോർമൽ 10 മിനിറ്റ്, നോർമൽ ടൈം 10 മിനിറ്റ് വീതം ഒരാൾക്ക്, 2 ആൾക്ക് 20 മിനിറ്റ്. ആ 20 കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന ബോർഡിൽ 5 മിനിറ്റ് ടൈം ക്ലോക്ക് വെച്ച് തരും. 5 കഴിഞ്ഞ് ഒരാൾക്ക് 5 മറ്റേ 5.
ആ 5 മിനിറ്റിനോടൊപ്പം ഒരു മൂവ് നടത്തിയാൽ 5 സെക്കൻഡ് ഇൻക്രിമെൻറ്റ് കിട്ടും. അങ്ങനെ ക്ലോക്ക് 0 ആയ ലോസാണ്. 0 ആണെങ്കിൽ മൂവ് നടത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 5 സെക്കൻഡായി കയറി വരും. ലാസ്റ്റ് മൂവ് പരമാവധി കഴിഞ്ഞ് നോക്കിയാണ്ട് കളിച്ചുകൊണ്ടേ നിന്നാൽ 0 ആവില്ല. അങ്ങനെയാണ് കളി വരിക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ധൈര്യമായിട്ട് ചോദിക്കാം. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ, ആരുമില്ല. വിചാരിച്ചാടാ അങ്ങനെ വളർത്തുക.